എന്ത് കമ്പനി മനസ്സിലായി കരയുനി എനിക്ക് ഏട്ടനില്ല. നാഫിനോട് തല്ല് നാഫിനെ നീ കളയാൻ പറ്റിയ +1 ജെൻസിയുടെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജെൻസിയെ കുറിച്ച് പറഞ്ഞാൽ 1997 മുതൽ 2012 ഇടയിൽ ജനിച്ച് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പറയാറുള്ളത്. അപ്പോൾ ജെൻസിക്ക് അതിൻ്റേതായ പിന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയാറുണ്ട് അവർ പൊതുവെ. പക്ഷേ നമ്മൾ പൊതുവെ ഗുണങ്ങളെക്കാൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ സമൂഹത്തിൽ കാണുന്നത് ഈ ഒരു ക്രിമിനൽ മൈൻഡ് വളർന്നു വരുന്നു എന്നതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ, ഇതൊരൊറ്റ വീഡിയോ അല്ല, ഇത് പലപ്പോഴായി ആവർത്തിച്ചതും ആവർത്തന ശൃംഖലയിൽപ്പെട്ട ഒന്ന്. ഇതുപോലെ ഇനിയും പലതും ഉണ്ടാവും. നമ്മൾ കണ്ടതും കാണാത്തതും വാർത്ത വന്നതും വരാത്തതും. അതെ. ഈ അക്രമത്തിൻ്റെ ഒരു വീഡിയോകൾ കാണുമ്പോൾ എന്താലേ കുട്ടികൾ ഇങ്ങനെയൊക്കെ കാട്ടാൻ പാടുണ്ടോ എന്ന് ഏതൊരാൾക്കും തോന്നും. പക്ഷേ ഈ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച ആളുകൾക്ക് ഇത് കാണുമ്പോൾ അങ്ങനെയല്ലല്ലോ തോന്നണത്. അതെ അതെ അതെ. കാണുന്ന ആൾക്കാർക്ക് എന്താണ് ആ കുട്ടീനെ തല്ലണത് ഇങ്ങനെ. നമ്മൾ വിചാരിക്കും ആ വീഡിയോ വേറെ ആരോ എടുത്തെന്ന്. ഈ കൂട്ടത്തിൽപ്പെട്ടവരെന്നാ വീഡിയോ എടുക്കണേ, ഇത് ആനന്ദിക്കാൻ, ആനന്ദിക്കാൻ. അപ്പം അതിൻ്റെ ഒരു ലെവൽ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. അത് ശരിക്കും ഈ തല്ലണതും ഇടിക്കണതും പിന്നെ കാട്ടിൽ കൊണ്ടുപോയി തള്ളിയിടുന്നതും ആളുകളുടെ മുമ്പിലിട്ട് അപമാനിക്കണതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണോ ചെയ്യണത് ആ ട്രെൻഡിനനുസരിച്ച് തന്നെ പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും ഈ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുന്ന ആളുകളെ നമ്മൾ എതിർക്കുമ്പോൾ എന്താ ഇപ്പോൾ അതിൽ കുഴപ്പം എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ സ്കൂളിൽ ചില കുട്ടികളൊക്കെ കത്തുപാട്ട് എന്ന് പറഞ്ഞിട്ട് മുളക് പൊടി വിതറി, പച്ചക്കറികളല്ല പഴങ്ങളൊക്കെ മുളക് പൊടി വിതറി. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് സഫർജിലോ ആപ്പിളോ എന്താണെങ്കിലും അതിൻ്റെ മുകളിൽ കുറച്ചൊരു മുളക് പൊടി വിതറി കഴിച്ചാൽ രസം തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്യണതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, അതിൽ ആ ഒരു പാട്ടിട്ടിട്ട് അത് റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളത് ചെയ്യണത്. അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡിൽ ഇന്ന കാരണത്താൽ അത് നിഷിദ്ധമാണ് എന്ന് പറയാനുള്ള തെളിവുകളൊന്നും ചിലപ്പോൾ കണ്ടോളുന്നില്ല. പക്ഷെ ഏത് ട്രെൻഡ് വന്നാലും അത് സ്വീകരിക്കുക എന്ന നിലപാടുണ്ടാകുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം നാളെ ഇത് മുളക് പൊടിയും ഇതും അല്ല, വേറെ രൂപത്തിലായിരിക്കും വരിക. അപ്പം അതിനും റെഡിയാണ്. ഇപ്പം ഇത് ട്രെൻഡാണ്. ഏത് കുട്ടികളെല്ലാവരും കൂടി ആരെങ്കിലും ഒരാളെ തല്ലുക, അല്ലെങ്കിൽ ടീമായിട്ട് സംഘം ചേർന്ന് പ്ലാൻ ചെയ്ത് തല്ലുക, അത് വീഡിയോ എടുക്കുക എന്നുള്ള ട്രെൻഡാണ്. ആ ട്രെൻഡിന് വേണ്ടിയാണ് കുട്ടികൾ തല്ലണത്. അപ്പം ട്രെൻഡുകൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു നേരത്തെ വേറൊരുത്തം വേറെന്തോ പിന്നെ ഇരട്ട പേര് വിളിച്ചു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് എല്ലാവരും വീഡിയോ എടുത്തിട്ട് പോകാനൊക്കെ വിളിച്ചു വരുത്തുന്നു, മുന്നിൽ നിർത്തുന്നു, ഓരോരുത്തരെ കാല് പിടിപ്പിക്കുന്നു, അടിക്കുന്നു, പൊതിരെ തല്ലുന്നു, എന്നെ ഒന്നും ചെയ്യല്ലേ കരഞ്ഞു പറഞ്ഞിട്ടും ഒരു കരുണയുടെ ഒരു അംശം പോലും ഇല്ലാതെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇത് സ്കൂളുകളിൽ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കുക ഓരോ ടീമിനും. എന്നിട്ട് അതിലൂടെ അതിനെതിരെ കമൻ്റ് ഇട്ട ആളുകളെ നോക്കി നടന്നിട്ട് ബ്ലേഡ് കൊണ്ട് വരയ്ക്കുക, അടിക്കുക. ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ പൊതുവേ ഇങ്ങനെ. അപ്പോൾ ആ കൂട്ടത്തിലൊന്നും ഒരു കൗമാരക്കാരനായ ഒരു കുട്ടി, ഞാൻ അതിലൊന്നും ഇല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനാണ്. ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമ്മുടെ റേഡിയോയിലെ നമ്മുടെ സുഹൃത്ത് ജാസിമ് പറഞ്ഞ എന്താണെന്നറിയോ, പിന്നെ ചില സ്കൂളുകളിൽ ഇൻസ്റ്റഗ്രാം പേജ് ഓരോ ക്ലാസ്സിനുണ്ടാവും. ഒരു ക്ലാസ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ മറ്റേ ആൾ കൊണ്ടുപോയി കമൻ്റ് ഇട്ടാൽ ആ കമൻ്റ് ഇട്ടതിന് തല്ലുന്ന സംഗതി. ഇപ്പോൾ കമൻ്റ് ഇട്ടാൽ അതിന് റീച്ച് കൂടുകയല്ലേ, എന്തിനാ കമൻ്റ് ഇട്ട ഞങ്ങളതിൽ എന്ന് ചോദിച്ചിട്ട് തല്ലുന്ന. അപ്പോൾ തല്ലിന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കുക തല്ല. അതൊരു ആക്രമണ മനോഭാവം മനസ്സിൽ വരിക എന്നുള്ളതാണ്. ആക്രമിക്കണ ഒരു പ്രശ്നം. മറ്റൊരാളെ തല്ലുമ്പോൾ പടച്ചോനെ അവനക്ക് വേദന ആവുമല്ലോ, ഓൻ കരയുമല്ലോ, സങ്കടപ്പെടുമല്ലോ എന്നൊക്കെ കാണുമ്പോൾ ഒരു കരുണ ഉണ്ടാവുമല്ലോ. ഈ കരുണ നഷ്ടപ്പെട്ട് ഒരു ആക്രമണ മനോഭാവം ആളുകളിൽ ഉണ്ടാവുകയാണ്. എനിക്ക് തോന്നുന്നത് അതിനൊരു പ്രധാന കാരണം ഗെയിമുകളായിരിക്കും എന്നാണ്. ഗെയിമുകളിൽ ഇങ്ങനെ ആളുകളെ പോയി വെടിവെക്കുക, പിന്നെ മതിൽ പോയി ചാടുക, അപ്പുറത്തുനിന്ന് കൊണ്ടുപോയി പിടിച്ചു കൊണ്ടുവരിക, വണ്ടി കൊണ്ടുപോയി ഇവനടിക്കുക, അങ്ങനത്തെ ഗെയിമുകളൊക്കെ വല്ലാതെ കളിക്കണ ആളുകളെ സംബന്ധിച്ചോളം ആക്രമിക്കുക, കൊല്ലുക, വേദനിപ്പിക്കുക അത് ഒരിക്കലും പ്രശ്നമല്ല. അതിങ്ങനെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അതൊരു പ്രയാസമില്ലാതായി മനസ്സ് അങ്ങനെ മാറിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. അതന്നെ. അത് പൊതുവെ ഇന്നലുള്ള കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻപുട്ട് എന്താണ്, അതാണ് ഔട്ട്പുട്ട്. അവർ കൂടുതൽ ഈ ഫോൺ 1-2 ഫോണാണ് കയ്യിലുണ്ടാവുക. എന്നിട്ട് ഇവർ വീട് തിരയണതും കാണുന്നതൊക്കെ ഇത്തരം കണ്ടന്റുകളാണല്ലോ. അപ്പോൾ അത് അവരുടെ ഒരു സ്വഭാവമായിട്ട് പുറത്തേക്ക് വരുന്നു. ഈ സിനിമ കാണുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ സിനിമ ഹറാമാണെന്നൊക്കെ പറഞ്ഞ് ഹറാമിൻ്റെയും ഹലാലിൻ്റെയും ഒക്കെ ഫത്വ കൊടുക്കുന്നത് എന്നൊക്കെ ആളുകൾ ചോദിക്കും. പക്ഷേ ഈ സിനിമകൾ വലിയ പ്രശ്നമാണ്. സിനിമയിൽ നായകൻ ആരാ? അത് വില്ലനെ തല്ലി നിലംപരിശാക്കി അവനെ ഇല്ലാതാക്കുന്നവൻ എന്നൊരു ട്രെൻഡുണ്ട്. എല്ലാ സിനിമകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, അല്ലാത്ത സിനിമകളും ഉണ്ടാകാം. എന്നാലും നമ്മളെന്താണോ ഇപ്പോൾ തിന്മകളോടാണ്, ഓക്കെ, തിന്മകളോട് എതിർത്ത് അതിനെ അതിജയിച്ച് ലക്ഷ്യം നേടുന്നവൻ, അതിപ്പോൾ അവൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച കുട്ടിയെ അവളെ വാപ്പാനെ തച്ചിട്ടാണെങ്കിലും പിടിച്ചു കൊണ്ടുവരിക,
അതൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നത് കാണിച്ചു കൊടുക്കുന്ന വില്ലൻ. അല്ലെങ്കിൽ ഒരു തിന്മ, സാമൂഹിക തിന്മയെ പോലീസുകാർ അക്രമം കാണിക്കും, ആ പോലീസ് സ്റ്റേഷൻ അതിക്രമിച്ചിട്ട് അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ നായകൻ ചെയ്യുകയാണ്. ആളുകൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുന്ന നായകന് ഒരു ഒരു ആക്രമണ സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യും. അത് അതേപോലെ ആവർത്തിക്കും എന്നുള്ളതിൽ അതിന് പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട, പെട്ടെന്ന് മനസ്സിലാവുന്ന വിഷയമാണത്. ഒരു തരം സൈക്കോപാത്ത് എന്ന് പറയുന്ന സ്വഭാവത്തിലേക്കൊക്കെയാണ് കുട്ടികൾ പലപ്പോഴും ഇതുപോലെ ഇതിങ്ങനെ ആവർത്തിച്ചത്. ഇതിൻ്റെ ഒരു മാരക വേർഷനാണ്. ഓരോ ദിവസം കഴിയും ഇത് കുറവൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഒരു 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 നാട്ടിൽ ഒരു ഭാഗത്താണെങ്കിൽ വേറെ ഭാഗത്തിൽ വേറെ രൂപത്ത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പബ്ലിക് സ്കൂളുകളെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ നമ്മുടെ മക്കൾ പറഞ്ഞേക്കുമ്പോൾ നമുക്ക് രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മളെ കുട്ടികൾക്ക് നാളെ എന്താണെന്നറിയില്ല പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ ഈ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത കൗമാരത്തിൽ എപ്പോഴും കൂട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം എൻ്റെ ഗ്യാങ് അവർക്ക് വേണ്ടി മരിക്കാൻ ചങ്കാണ്. ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ എങ്ങനെയുള്ള ആളുകളാകാൻ ഇഷ്ടം, എല്ലാത്തിനും കട്ടക്ക് കൂടെ നിൽക്കുന്നവരാവണം. അപ്പോൾ എന്ത് തോന്നിവാസത്തിന് കട്ടക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഇതിൽ ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു, എടാ വേണ്ടടാ അങ്ങനെ അടിക്കണ്ട, അവൻ്റെ ഉള്ളിൽ നന്മയുണ്ട്, പക്ഷെ എന്തില്ല, ആ നന്മയൊന്നും പ്രകടിപ്പിക്കാൻ ആ അവസരമില്ല, അവിടെ നിഷേധിക്കപ്പെടുകയാണ്. അത് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഞാൻ അതൊന്ന് മാറി നിന്നാൽ ഞാൻ ഒറ്റപ്പെടും, ഞാനൊരു വേണ്ടാത്തവനായി, ഞാൻ കൂട്ടത്തിൽ പെടാത്തവനായി. അപ്പം അവിടെ നമ്മളെ മക്കളോട് ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മളെ കുട്ടികൾ ആരുടെ കൂടെ കൂടുന്നു അതും അവരെ മോശമാണ്, അവരുടെ സ്വഭാവത്തിനനുസരിച്ച് മാത്രം നിന്നാൽ മതി. ചെറിയ മക്കളെ, വലിയവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെ വേണ്ടി വരും. രക്ഷിതാക്കൾക്ക് വലിയ ദൗത്യം ഉണ്ടല്ലേ, വലിയ ദൗത്യമുണ്ട്. പിന്നെ ഇപ്പോൾ പറയൽ അധ്യാപകരെ കുറിച്ചാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് പറയുന്നതിനും ഇതിനൊക്കെ കുറേ ഒരു നിശ്ചിത സമയം അധ്യാപകരെടുത്ത് കുട്ടികൾ ഉണ്ടാവുന്നുള്ളൂ. അതിന് വേറെ വിഷയം കൂടി ഉള്ളത്, അധ്യാപകർ പൊതുവെ ഇപ്പോൾ അതിനോടൊക്കെ കുട്ടികൾ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോണ്ട, നമ്മൾ പഠിപ്പിക്കുക, ക്ലാസ് എടുക്കുക, അത് വേണമെങ്കിൽ കേട്ടോട്ടെ, നമ്മളതിലൊന്നും നിയന്ത്രിക്കാൻ പോണ്ട, നിയന്ത്രിച്ചാൽ വേറെ പ്രശ്നമാവും, കുട്ടികൾ വേറെ എന്തെങ്കിലുമൊക്കെ രക്ഷിതാക്കൾ പരാതി പറയും, അങ്ങനെയൊക്കെ വിചാരിച്ച് കുട്ടികളെ നിയന്ത്രിക്കുന്നത് പോലും നിർത്തിവെച്ച അധ്യാപകരുണ്ടാവും. അത് പിന്നെ അവരുടെ അനുഭവങ്ങളിൽ നിന്നും നാട്ടിൽ കാണുന്ന വാർത്തകളിൽ നിന്നും എന്തിനാ ഇപ്പം നമ്മളെ തടി കേടാക്കുന്നത്, നമ്മളെ കാര്യം ചെയ്താൽ പോരെ എന്ന ചിന്തയിൽ നിന്നും ആയിരിക്കാം ഒരു പരിധി വരെ. മറ്റൊന്ന് ലിബറൽ ആശയങ്ങൾ അധ്യാപകർക്കും പിടികൂടിയത് കൊണ്ടായിരിക്കും. കുട്ടികളൊക്കെ ആസ്വദിച്ച് നടക്കട്ടെ, ലൈഫ് എൻജോയ് ചെയ്യണ്ടേ എന്ന അർത്ഥത്തിലും ഉണ്ടാവും. പക്ഷേ ഈ ചിന്തകളൊക്കെ അധ്യാപകർ തീർച്ചയായും വിലയിരുത്തണം. കുട്ടികളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിലൊരു വാർത്ത വായിച്ചത്, കുട്ടികൾക്ക് ശിക്ഷണത്തിൻ്റെ ഭാഗമായി ശിക്ഷ കൊടുക്കുന്നത് തെറ്റല്ല എന്നും കോടതി വിധികളുണ്ട്. മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും ശിക്ഷ കൊടുത്താൽ അതിൻ്റെ പേരിൽ അധ്യാപകർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറുണ്ട്. ഇങ്ങനെ കുറേ ഭയങ്ങളിൽ നിന്നാണ് അധ്യാപകർ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു കാഴ്ചപ്പാട് ലഭിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ പീസ് റേഡിയോ മുൻകൈയെടുത്ത് നമ്മുടെ ടീച്ചേഴ്സ് വിങ്ങിൻ്റെ പിന്നെ പ്രചാരണത്തിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന അൺലേൺ കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ അധ്യാപകർക്കുള്ള ഒരുപാട് ട്രെയിനിങ്ങുകളാണ്. അപ്പോൾ അത് പുതിയ കാലത്ത് AI എങ്ങനെ ഉപയോഗിച്ച് ഏറ്റവും നല്ല ക്ലാസ് റൂം സെറ്റ് ചെയ്യാൻ കഴിയും, കുട്ടികളെ എങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിപ്പിക്കുന്നവരാക്കാൻ പറ്റും, അവർക്ക് എങ്ങനെ നല്ല അച്ചടക്കമുള്ളവരാക്കി മാറ്റാൻ പറ്റും, അങ്ങനെ തുടങ്ങി പുതിയ വിദ്യാഭ്യാസ രംഗത്തെ കാഴ്ചപ്പാടുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോഴ്സാണത്. നമ്മൾ അധ്യാപകരും പഠിക്കണം, ഇതിനെ അവഗണിച്ച് വിടാൻ പറ്റില്ല. പഠിച്ച് ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കൽ ആവശ്യമാണ്.